കാലത്തൊരു ചൂടു ചായ കുടിച്ചു ഞാൻ വിട്ടു പഠിക്കലിരിക്കെ ദിനപത്രത്തിൽ ഓരോരോ വാർത്തകളങ്ങനെ കൊത്തിക്കുറിച്ചങ്ങിരിക്കെ 4 വയസ്സുകാരൻ മകൻ ചാരേ ചിത്രങ്ങൾ കണ്ടു രസിക്കെ മുറ്റത്തെ തെച്ചിയിൽ ദൃഷ്ടി എത്തിച്ചൊരു കൊച്ചുകിളിയുടെ ശബ്ദം. ചുണ്ടിൽ തിരുകിയ നാരുമായ കിളി എന്തോ തിരയുന്ന പോലെ ഒരു ചില്ലയിൻ അഗ്രത്തിലാ നാരുകൾ ഭംഗിയായി കോർത്തു. നമ്മുടെ പണിക്കാർ പറയും ഇത് ഹോസ്പിറ്റൽ പോലെ ഇരിക്കുന്നു, ഇത് സ്കൂൾ കെട്ടിടം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സ് ഭയങ്കര ടെൻഷനാണ്. അറിയത്തില്ല, രൂപ എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ വീഡിയോ ജയിച്ചിട്ടില്ലല്ലോ. ലാസ്റ്റ് വരയ്ക്കാൻ അറിയാത്തവളിരുന്ന് വരയ്ക്കാൻ തുടങ്ങി. ഞാൻ വരച്ചു, ഈ വീട് ഫുള്ള് ഞാൻ വരച്ചു. ഒരു ബെൽറ്റ് പോലെ പോയേക്കുന്നത് നമ്മുടെ വടക്കൻ മലബാറിലുള്ള വീടുകൾക്ക് പൊതുവെ കാണാൻ പറ്റുന്ന ഇത് ഒരു തടിയുണ്ടല്ലോ അവരുടെ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള അത് വന്ന് റെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ കാലുകൾ പുറത്തോട്ട് തള്ളിയിരിക്കും. അത് മറയ്ക്കാനായിട്ടാണ് അവർ ഇതിൻ്റെ മെഷർമെൻറ്റ് ഇല്ലാത്ത കാരണം ലാസ്റ്റ് ഈ കുളപ്പമണ്ണയുടെ വീടിൻ്റെ ഒരു ദിശ എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റണം. ഇതായിരുന്നു എൻ്റെ മനസ്സിലെ കാൽക്കുലേഷൻ. അപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല പഴയ വീടുകളിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ യൂട്യൂബ് മാത്രം റെഫർ ചെയ്തിട്ടാണ് ഈ വീട് ചെയ്തേക്കുന്നത്. ഇപ്പം യൂട്യൂബ് യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അത് ഫ്ലോപ്പ് ആവാതെ നല്ല വൃത്തിക്ക് തന്നെ അദ്ദേഹം എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തെ നമസ്കാരം, ആർക്കിടെക്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീട് കാണിക്കാനാണ് വന്നേക്കുന്നത്. A to Z കാര്യങ്ങൾ വീടിൻ്റെ ഓണർ തന്നെ ചെയ്തേക്കുന്ന ഒരു അടിപൊളി ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് അദ്ദേഹം 3 വർഷം യൂട്യൂബ് മാത്രം റെഫർ ചെയ്തിട്ടാണ് ഈ വീട് ചെയ്തേക്കുന്നത്. ഇപ്പം യൂട്യൂബ് യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അത് ഫ്ലോപ്പ് ആവാതെ നല്ല വൃത്തിക്ക് തന്നെ അദ്ദേഹം എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ചും റോയൽ ടച്ചും കൂടെ ഒക്കെ ഒരു ചേർന്ന് കിടക്കുന്ന ഒരു ഡിസൈനാണ് ഈ വീടിന് ഷൈൻ ബ്രോ ചൂസ് ചെയ്തത്. ഇതാ മതിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോളൊക്കെ നിൽപ്പുണ്ട്. കോളത്ത് അതിൻ്റെ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട പേര് തന്നെയാണ്, ശ്രീ കൈലാസം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമസ്കാരം. വെൽക്കം ടു ആർക്കിടെക്ട്സ്. ഷൈൻ ബ്രോ, അടിപൊളിയായിട്ടുണ്ട് വീട്. ഇതിപ്പം എലിവേഷനിൽ കാണുമ്പോഴായാലും ഈ ഒരു മതിലിൻ്റെ മേളിൽ ഉരുട്ടിയെടുത്തേക്കുന്നതൊക്കെ ഒരു രീതിയാണ്. ഇതൊരു പഴമയുടെ ടച്ച് കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്തതാണ്. പഴയ വീടുകൾക്കൊക്കെ മതിലുകൾ ഇങ്ങനെ ചെയ്തിരുന്നു. നമ്മുടെ വീടിനോട് യോജിച്ചൊരു മതിൽ ചെയ്യണമെന്നുള്ള അതിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൈൻ ബ്രോ എന്താ ചെയ്യുന്നത്? ഞാൻ വിദേശത്താണ്, സൗദി അറേബ്യയിൽ. നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ ചാനലിനോട് എനിക്ക് വളരെയേറെ നല്ലൊരു അപ്രോച്ച് വന്നു. അപ്പോൾ ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ടൊരു വീട് വെച്ചപ്പോൾ നിങ്ങളെ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഷൈൻ ബ്രോ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ പിക്സും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അയച്ചു തരാൻ. അപ്പോൾ അങ്ങനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഷൈൻ ബ്രോയോട് തെറ്റിയതുണ്ടായാലും. 3 വർഷം യൂട്യൂബൊക്കെ ഒന്ന് പരിധി എന്ന് പറഞ്ഞു. എല്ലാ യൂട്യൂബ് ചാനലുകൾ മാത്രം റെഫർ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ABCD ഒന്നും അറിയത്തില്ല. റൂം സൈസ് എത്ര എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഓരോ യൂട്യൂബുകളും റെഫർ ചെയ്ത് നമുക്ക് അനുയോജ്യമായ ഒരു അളവെടുക്കുക. ബാത്റൂമിൻ്റെ അളവാകട്ടെ, റൂമിൻ്റെ അളവാകട്ടെ എല്ലാം എടുത്ത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാൻ അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ കാര്യം. ഈ കണ്ടംപററി സ്റ്റൈലുകളോടൊന്നും എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ഒരു രീതി ആയിരിക്കണമെന്ന് നേരത്തോട്ട് ഈ ഒരു ഷേപ്പ് വരാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് വരാന്ത വേണമായിരുന്നു. വരാന്ത തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം തോന്നി. അപ്പോൾ ഈ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടുകൾക്ക് ഇപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് അവിടെ ഒരു ബെഡ്റൂം വരണമെന്നാണ്. അപ്പോൾ ഇവിടെ ബെഡ്റൂം വന്നിട്ട് ഞാൻ പിന്നെ ഈ ഭാഗത്ത് വരാന്ത കൊടുക്കുമ്പോൾ പക്ഷേ എൻ്റെ വാതിൽ ഈ സൈഡിൽ കൂടെ. അപ്പോൾ ഇത് വീട് നമ്മൾ എന്തൊക്കെ ഡിസൈൻ ചെയ്താലും അവിടെ നോക്കിയാൽ കാണത്തില്ല, കാര്യം ഇത് മാത്രമേ വരട്ടെ. ശരി. അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ ഷേപ്പിനെ അങ്ങ് മാറ്റി. നമ്മൾ സാധാരണ ഇങ്ങനെ ഉള്ളോട്ട് കയറിയുള്ള വീടുകൾ ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ ഒരു പഴയ ഒരു രീതിയിലുള്ള കെട്ടിടത്തോടാണ് എനിക്ക് താല്പര്യം. വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ശാന്തത തോന്നും. അത് നമ്മുടെ ഒരു വലിയ ഇഷ്ടങ്ങളായിരുന്നു.
പിന്നെ നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങി. പടിപ്പുരയായാലും അത്യാവശ്യം ഹൈറ്റുള്ള ഹൈറ്റുള്ള ഇത് യഥാർത്ഥത്തിൽ പടിപ്പുരകളൊക്കെ ചെറുതാ. ഈ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ആനവാതിലാണ്, ഗോപുരത്തിന്റെ വാതിലുണ്ടല്ലോ, ആ ഒരു സൈസിലാണ് കൊടുത്തേക്കുന്നത്. അത്രയും ഹൈറ്റ് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് 10 അടി 3 മീറ്റർ ആയിട്ടുണ്ട്. 3 മീറ്റർ ഇത് ഇങ്ങനെ വളരെ എലഗൻ്റായിട്ട് അങ്ങനെ ചെയ്തു പോയിട്ടാണ്. നമ്മൾ ബ്രിക്ക് വർക്ക് തന്നെ ചെയ്തിട്ട് പ്ലാസ്റ്ററിൽ അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു വീട് മാത്രം നിൽക്കുന്ന സ്ഥലം എത്ര കാണുമായിരിക്കും പ്ലോട്ട്? ഇത് നമുക്ക് നമ്മുടെ ബാക്കിൽ നമ്മുടെ വസ്തുവാണ്. ഇതൊരു 3 ഭൂമിയായിട്ട് കിടന്ന ഇത് അതിനകത്താണ്. ഇതിപ്പോൾ ഏകദേശം നിൽക്കുന്ന ഒരു 10-24 സെൻറ്റ് വസ്തുവാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിൻ്റെ താഴ്വശം എന്ന് പറഞ്ഞാൽ 1365 സ്ക്വയർ ഫീറ്റ്. 1365 താഴത്ത്. പിന്നെ മുകളിൽ നമ്മൾ 2 റൂമും പിന്നെ ഒരു കിളിവാതിലുള്ള ഒരു കുതിരമാളിക പോലെ. അത് കുതിരമാളിക കോൺസെപ്റ്റാണ്. അതിപ്പം വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ആരും ചെയ്യാറില്ല. ഓക്കെ, അത് നമ്മൾ ആ ഭാഗത്ത് കയറുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പം നമുക്ക് മുറ്റത്ത് നോക്കുവാണെങ്കിൽ ബ്രോ, ഇപ്പം ഇത്രയൊരു ഏരിയ ഇങ്ങനെ തന്നെ വേണമെന്ന് ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ തുറസായിട്ട് കിടക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ 2 സൈഡിലും ഈ മതിൽ കൊടുത്തത് അതുകൊണ്ട് ഇതിൻ്റെ നമ്മുടെ ഒരു മുറ്റം എന്നുള്ള ഒരു പ്രൈവറ്റ് ഏരിയ പോലെ തന്നെ ഇങ്ങനെ കിടക്കത്തക്ക രീതിയിൽ. പിന്നെ ഒരു വാതിൽ ഇട്ടേക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള അപ്പുറത്തോട്ടുള്ള ആക്സസിന് വേണ്ടി അങ്ങനെ ഇട്ടേക്കുന്നു. പിന്നെ ചുറ്റുമതിൽ വരുമ്പോഴാണ് അതിൻ്റെ ആ വീടിൻ്റെ ഭംഗി വരുന്നത്. അതെ, ഒരു പക്ഷേ അതില്ലെങ്കിൽ അത്രയൊരു ഇത് കിട്ടത്തില്ല. ഈ ഭാഗത്തോട് ചേർന്നൊക്കെ ഒരു സീറ്റിംഗ് ഏരിയ പോലെ സന്ധ്യാസമയങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ വന്നിരിക്കാനും കാര്യം ഫാമിലി ഗ്യാതറിങ്ങിനും അങ്ങനെയൊക്കെ ചുമ്മാ സ്വകാര്യം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ അല്ല ഈ ഭാഗത്ത് അതിന്റെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. ഇത് ഇത് ഇടാൻ ഇവിടെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം പോലെ ചെയ്യാൻ ഇത്രയും ഭാഷ അതിനുള്ളിൽ ഇത് നിൽക്കും. അപ്പൊ ഇത് കുറച്ച് ഈ മരം കുറച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു തണല് കാണും. ഇവിടെ നല്ല ഭംഗിയാ. നെല്ലിയല്ലേ അത്? ഈ ഒരു രീതിയിലുള്ള സ്ട്രക്ചറിന് മുമ്പിൽ നെല്ല് നിൽക്കുമ്പോൾ അതിന്റെ ഒരു നിഴലൊക്കെ ഇവിടെ അടിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. അല്ല, ഈ ഭാഗത്ത് എന്താണ് ഇന്റർലോക്ക് ആണോ? ഇല്ല, ഇത് നമുക്ക് മിറ്റമായിട്ട് മിറ്റമായിട്ട് വേണമെന്നുള്ളൊരാഗ്രഹം. നമുക്ക് ഇന്റർലോക്കിനോടൊന്നും താല്പര്യമില്ല. അല്ല, എന്താ ഇടാൻ ഉദ്ദേശിക്കുന്നത്? മിറ്റായിട്ടാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഇപ്പൊ ലെവലാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഈ ചരലിന്റെ ആറ്റുമണലിന്റെ ലഭ്യത നോക്കിയിട്ട് കിട്ടുമ്പോൾ അത് വാങ്ങിച്ച് നിരത്താനായിട്ട്. ആറ്റുമണല് നല്ലതായിരിക്കും. അതിന്റെ കളറുണ്ട്. പിന്നെ വെള്ളം കുറച്ച് താങ്ങി നിൽക്കും. അങ്ങനെയൊക്കെ. ഇത് കരുനാഗപ്പള്ളിയിലല്ലേ? കരുനാഗപ്പള്ളി തഴവയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് 2 തട്ടായിട്ട് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതോ ജസ്റ്റ് ഒരു ഒരുമിച്ച് കിടക്കുന്നേക്കാൾ ഭംഗി കുറച്ച് തട്ടായിട്ട് കിടക്കുന്നതാണ്. ഇതിപ്പോ പേൾ ഗ്രാസ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ള മതിലും ആ ഉരുട്ടി എടുത്തേക്കുന്നതിന്റെ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിന്റെ ഒരു ഭംഗി അതെല്ലാം ഈ പച്ചിപ്പും ഇതുമായിട്ടൊക്കെ ചേരുന്നുണ്ട്. അഡീഷണൽ ലുക്കാണ് ഇതിന്റെ ഈ സംഭവങ്ങൾ. അശോകമാണല്ലേ? അശോകം കുറെ ഡിവൈൻ മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അശോകമുണ്ട്, കൂളമുണ്ട്. അത് കൂളം നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ അതിനങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തേക്കുന്നത്. അതെ. അതുപോലെ ഇവിടുത്തെ ജനലുകൾ എല്ലാം വീടിന്റെ ഒരു സ്റ്റൈലുമായിട്ട് ചേരുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പം നിങ്ങളപ്പം പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ 3D എലിവേഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഈ വീടിന് 3D ചെയ്തിട്ടേ ഇല്ല. 3D ചെയ്തിട്ടേ ഇല്ല. എല്ലാം നമ്മൾ കൈകൊണ്ട് വരച്ച് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുക. ഈ പറയുന്ന ജനല് അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഒരു കെട്ട് പേപ്പറുണ്ട്, വരച്ച് അയച്ചു സ്കെച്ച് ചെയ്യൂലേ? കുറച്ച് വരയ്ക്കും. ഭാഗത്തൊന്നും ഷെയ്ഡുകൾ സ്ട്രക്ചറിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ തടിയിൽ തന്നെ ചെയ്ത് മൊത്തം തടിയിലായത്. ഇതിന് ഷെയ്ഡ് വേണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം ഇത്തരം വീടുകൾക്ക് ഷെയ്ഡില്ല. ഈ ഒരു ബെൽറ്റ് പോലെ പോയേക്കുന്നത് നമ്മുടെ വടക്കൻ മലബാറിലുള്ള വീടുകൾക്ക് പൊതുവെ കാണാൻ പറ്റുന്നവരുണ്ട്. ഇത് അവർ ഈ തടിയുണ്ടല്ലോ അവരുടെ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള അത് വന്ന് റെസ്റ്റ് ചെയ്യേണ്ട അതിന്റെ കാലുകൾ പുറത്തോട്ട് തള്ളി നിൽക്കും. അത് മറയ്ക്കാനായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പേരുണ്ട് അങ്ങനെ. ഇത് നമുക്ക് ഈ ഏരിയയിലും കിട്ടാത്ത കാരണം, ഇതിന്റെ മെഷർമെന്റ് ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഓരോ ചിത്രങ്ങളിൽ നിന്ന് എടുത്ത് ലാസ്റ്റ് ഈ ഒളപ്പമണ്ണയുടെ വീടിന്റെ ഒരു ഡിസൈൻ എടുത്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ തന്നെ വരച്ച് ചെയ്യിപ്പിച്ചത്. ടച്ച് ബിൽഡിങ്ങുകളെല്ലാം ഉണ്ട്. ഗ്രൂപ്പ് അതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇതെന്ന് പറയുന്നത് പുറത്തോട്ട് തള്ളി നിൽക്കും. ഇതിന്റെ എല്ലാം പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഡച്ച് ബിൽഡിങ്ങുകളുടെയൊക്കെ അകത്തോട്ട് ഈ പറയുന്നത് അകത്തോട്ട് നിൽക്കും. പേരുണ്ട്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കത്തിയായിരുന്നു അല്ലേ? അതിനനുസരിച്ച് അവര് വല്ലതും വെട്ടിയിട്ട് ഇല്ല, നമ്മൾ ഡിസ്റ്റൻസ് ഇതിനുണ്ടല്ലോ കാഡ് ചെയ്യിപ്പിച്ചിട്ട് അത് നമ്മുടെ ഷീറ്റിനകത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടൊരു മനസ്സിൽ സങ്കല്പിച്ച് ഇങ്ങനെ ഒരു രൂപം
ഒരു സങ്കല്പിച്ചിട്ട് പിന്നെ ഇവിടെ ജോലി ചെയ്തവർക്ക് പോലും അറിയത്തില്ല ഇനി അടുത്ത് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന്. നമ്മൾ പറഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്തു, ആ സമയം ഓരോരോ ഡിസൈനും എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ വന്ന അങ്ങനെ ജനലുകൾക്കൊക്കെ നമ്മൾ ആ ഒരു പഴയ എന്തോന്ന് കൊടുത്തത് ഹാഫ് പോർഷൻ തടിയും പിന്നെ മുകളിൽ കണ്ണാടി. അതേപോലെ ഈ ജനലിൻ്റെ കമ്പികളൊക്കെ പഴയ മോഡല് അതെ റൗണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത്. മതിലിന്റെ ഇവിടെ ആയാലും ഒരു ചെറിയ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്ന ഒരു വാതില്. ഇതിവിടെ നോക്കിയാൽ ഇത് നമ്മുടെ മെയിൻ വാതിലിന് നേരെ അപ്പുറത്തെ വാതിലിന്. ശരി. എന്ത് വാസ്തു? അത് മാത്രമല്ല ഇതിന്റെ നേരെ നമ്മുടെ പഴയ വീടിന്റെ വാതിലുകൾ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് നോക്കി നമ്മുടെ റോഡ് വരെ ആക്സസ് ചെയ്യും. ആ ഡോറ് അപ്പുറത്തെ വീട്ടിലെ കുടുംബ വീട്ടിലെ ഡോറും കൂടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആ സിറ്റൗട്ട് ഇരുന്നാൽ മതി. ആ സിറ്റൗട്ട് ഇരുന്ന് അങ്ങനെ റോഡിൽ പോകുന്ന വണ്ടി വരെ. അങ്ങനത്തെ ക്ലവർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഏതാണ്ട് ഇതിന്റെ മുകളിലായാലും അങ്ങനത്തെ കുറച്ച് ഡിസൈൻ പരിപാടികളും അതിനൊരു സ്പോട്ട്ലൈറ്റ് പഴയ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പഴയ കെട്ടിടങ്ങളിലൊക്കെ കുറച്ച് വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ തിരുവിതാംകൂർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അതെ തിരുവിതാംകൂർ ആ ശംഖും ഇദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് പറഞ്ഞാൽ വെറുതെ സ്കെച്ച് ചെയ്ത് മാത്രമല്ല അവിടെ ഉരുട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതും അല്ലേ. ബാക്കിയൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ശംഖ് നമ്മൾ കുറച്ചുകൂടെ ഒരു ശംഖിന്റെ ലുക്ക് കിട്ടേണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ ജനൽ ഫ്രെയിമുകളില്ലേ ഇതിന്റെ മുകളിൽ കൊടുത്ത്, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇത് ആ ഒരു വർക്ക് ഇത് നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ ഗ്ലാസ് ഉണ്ട്. രാത്രി സമയങ്ങളിൽ നിലാവൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആ ഡിസൈൻ നമുക്ക് വീടിന് ഷെയ്ഡ് പോലെ കിട്ടും. ഓട് തന്നെ ഇട്ടേക്കാണ്. സ്ലാബ് ഫ്ലാറ്റ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഓട് ചെയ്ത് അഡീഷണൽ ആയിട്ട് ചെയ്ത്. അപ്പൊ നമ്മള് ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്ത് സാധാ നാടൻ ഓട് മേടിച്ച് തൃശ്ശൂർ പോയി മേടിച്ചോണ്ട് വന്നു. ഏറ്റവും ഒരു കിളിക്കൂട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ വീടിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് വശമാണല്ലോ. വാട്ടർ ടാങ്ക് എപ്പോഴും മുകളിൽ വെക്കണമല്ലോ. അതുകൊണ്ട് അതിനെ ഹൈഡ് ചെയ്യാനായിട്ടാണ് ഒരു ചെറിയ പെര പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു. പുറത്തേന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല അത് ടാങ്കാന്നുള്ളത്. അതെ, ചോട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ 2 തിട്ട പോലെ കാണാം. ഇതൊക്കെ വാസ്തു സംബന്ധമായിട്ട് വന്നിട്ട് ചെയ്തേക്കുന്നതാണോ അല്ലെ? അല്ല, ഇത് ഓപ്പൺ ആയിട്ട് ഇടാനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. ഇവിടെ ഗ്രാസ് ഇടുമ്പോൾ കുറച്ച് ഹൈറ്റ് ആയിട്ട് എന്നാൽ അതിന്റെ ഭംഗിയുള്ളൂ. ഈ നടവഴി പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വശമെങ്കിലും അറ്റ്ലീസ്റ്റ് പൊങ്ങിയിരിക്കണം. ഓക്കെ, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി പൊക്കി ചെയ്തേക്കാണ്. ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ വേറെ വീടുകളിൽ കാണുന്ന ഒരു സംഭവങ്ങളല്ല. പൂർണ്ണമായിട്ടും ഷൈൻ പ്രോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ നോക്കുമ്പോലെ അങ്ങനെ അങ്ങ് ചെയ്തു വന്നേക്കാണ്. ഈ കയറി വരുന്നിടത്ത് ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റൈല് അല്ലേ. ഒരു സൈഡിൽ വന്നിട്ട് മെറ്റൽ കൊടുത്തിട്ട് അതിന്റെ നടുക്കാണ് ഈ ഒരു കുളം പോലെ ചെറിയൊരു പോണ്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിലോട്ട് കയറാം. സിറ്റൗട്ട് എന്ന് പറയുമ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് മഴ കാണാൻ തന്നെ ഭയങ്കര ഭംഗി. നോക്കിയേ, ആ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഒരു ശാന്തത കിട്ടേണ്ട സ്ഥലമായിരിക്കണം വീട് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു വീടിൻ്റെ കാഴ്ചയിലും ചെയ്വനയിലും ഒക്കെ അത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ശാന്തതയൊക്കെ നമുക്ക് കിട്ടും. സിറ്റൗട്ടിനെ പറ്റി ചോദിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വരാന്ത വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കും വൈഫിന് ഇഷ്ടമായിരുന്നു വരാന്ത വേണമെന്നുള്ളത്. അല്ല, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ ഭാഗത്ത് തന്നെ. ഇതിപ്പം അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള 2 തടികളാണ്. അത് മുകളിലൊരു സ്ക്വയർ ഷേപ്പ് പോലത്തെ, താഴെ നല്ല ഉരുട്ടി, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചുവപ്പ് റിങ് പോലൊക്കെ ഉള്ള പെയിന്റ്. ഈ കളർ കോമ്പിനേഷൻ ഒക്കെ ബ്രോ തന്നെ ഞാൻ തന്നെ കൊടുത്തത്. കരിം തടിയുടെ കളറും കൂടെ ആകുമ്പോൾ ഒരു റോയൽ ലുക്ക് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് മുഴുവൻ മൊത്തം തടിയാണ് കൊടുത്തേക്കുന്നത്. ഇത് ഈ കഴിക്കോലിന്റെ മുകളിൽ തടി ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണി. ഈ കഴിക്കോലും തൂണ് ആഞ്ഞിലിയാണല്ലേ, തേക്ക് പോലെ ഇരിക്കുന്ന. ഇതിന്റെ ഒരു ചെയ്വന നമ്മൾ ചെയ്തത് ഈ പഴയ വീടുകളുടെ ഒരു ഷേപ്പ് ഉണ്ട്. നമ്മൾ പഴയ വീടും പുതിയ വീടും നമ്മളുടെ വ്യത്യാസം അതാണ്. അതിന്റെ ഒരു മെഷർമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പല ആളുകളും ചെയ്യുന്ന എന്താ, പഴയ മോഡലിലുള്ള പുതിയ വീട്, പക്ഷേ മെഷർമെന്റ് ഒന്നും ഫോളോ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയിൽ പുതിയ വീടായിട്ട് തന്നെ തോന്നിയത് കൊണ്ട് പഴയ വീടിന്റെ ആ ഒരു തണലും തണുപ്പും ഒന്നും കിട്ടത്തുമില്ല. കാര്യം എന്താ, കാൽക്കുലേഷനും മെഷർമെന്റും ഒക്കെ വ്യത്യാസം. നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്ട് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു പിടിച്ചു നിൽക്കാൻ പറ്റണം. ഇതായിരുന്നു എൻ്റെ മനസ്സിലെ കാൽക്കുലേഷൻ. പഴയ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല പഴയ വീടുകളിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇത് വീടിന്റെ ഓണറിന്റെ ഹൈറ്റിനനുസരിച്ച് അത് ചെയ്യുമ്പോൾ ഇവിടെ സ്ലോപ്പ് കൂട്ടിയാലും പ്രശ്നമുണ്ട്. ഇവിടെ സ്ലോപ്പ് കൂട്ടുമ്പോൾ ഈ ഭാഗത്ത് ഇത് നമ്മുടെ ഒരു ഹൈറ്റ് മാനേജ് ചെയ്യണം. ഈ ഒരു കട്ടളയുടെ ഹൈറ്റ് മാനേജ് ചെയ്യണം. കയറി വരുമ്പോ അല്ലെങ്കിൽ ഇവിടെ തലയിലൊന്ന്
ഒരു താങ്ങ് കൊടുത്തിട്ട് കയറാൻ പറ്റത്തുള്ളൂ. അത് രണ്ടും നോക്കാം. അതെല്ലാം നോക്കി. പക്ഷേ ഇത് കറക്റ്റ് സ്ലോപ്പ് അല്ലെങ്കിൽ ഒരുപാട് സ്ലോപ്പ് ആണെങ്കിലും ഇവിടുത്തെ വ്യൂ പോകും. ഒന്നും കാണാൻ പറ്റില്ല. സ്ലോപ്പ് കുറഞ്ഞത് ഹൈറ്റ് കൂട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഈ വരാന്തയിലിരിക്കുന്ന ഒരു ഇത് കിട്ടത്തില്ല, വെയിലടിക്കും. വെയിലടിക്കുകയും ചെയ്യും. നിങ്ങളുടെ പഴമയുടെ ഒരു കിട്ടും. പഴയ വീടുകളുടെ എല്ലാം ചായ്പ് നല്ല കുത്തനെയാണ്. അതിന് വേറൊരു കാരണമുണ്ട്. അന്നത്തെ കാലത്ത് ഓടായിടുന്നത്. ഓടിനൊരു സ്ലോപ്പുണ്ട്. ആ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഓടളായി പോകും. കരിക്കോലുകൾ ഈ പട്ടിയലടിക്കുന്നതിനൊരു ഇതുണ്ട്. അപ്പൊ ആ കൂര വരുമ്പോ ആ ഒരു സ്ലോപ്പ് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പൊ അതേ ഒരു രീതിയിലാണ് നമ്മളും ഇത് കൊടുത്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് ടൈൽ അല്ലേ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് ടൈലാണ് ഇട്ടേക്കുന്നത്. ഇത് പിന്നെ ഇത് ഏതിന്റെയാണ്? ബ്ലാക്കിനുള്ളിൽ ഒരു കാർപ്പറ്റ് വിരിച്ച പോലെ ഫീൽ ഉണ്ടാവണമെന്ന് ഉള്ള ഒരാഗ്രഹത്തിലാണ് ഇത് ചുറ്റും കൊടുത്തേക്കുന്നത്. ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് കൊടുത്തേക്കുന്നത്. അതിന്റെ നടുക്ക് ഈ കാർപ്പറ്റ് ഷേപ്പിൽ വരുന്ന രീതി ടൈൽ കൊടുത്തിരിക്കും. അപ്പൊ ഇത് ഏതിന്റെ ആയിരുന്നു? ഇത് സിംബോളയുടെയാണ്. ചെട്ടിനാട് സ്റ്റൈല്, അത്താൻകുടി സ്റ്റൈല് പോലൊക്കെ തോന്നിക്കുന്ന, അതേപോലെ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ കുറെ നാള് ഇങ്ങനെ പല ഫോട്ടോസും അതും ഇതും ഒക്കെ തേടി ഗൂഗിളിലൊക്കെ നോക്കി കാർപ്പറ്റ് ടൈലുകൾ മാത്രം നോക്കി. അപ്പോൾ ഈ നോർത്ത് സൈഡിലൊക്കെ അങ്ങനെ കിട്ടും, ഈ രാജസ്ഥാനിലൊക്കെ കാർപ്പറ്റ് പോലുള്ള ടൈലുകൾ. പക്ഷേ ഇവിടെ അതൊന്നും അവൈലബിൾ അല്ല. അത് മാത്രമല്ല നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഡാമേജ് ആവാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടത്തുമില്ല. പഴയ പാലസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു വർക്കുള്ള പാനലാണ്. ഇതിൻ്റെ അകത്ത് ആ വാം ടോണിലുള്ള കളർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ഷൈൻ ബ്രോ പറഞ്ഞിരുന്നു. പക്ഷെ ആ സൈഡിൽ സിമെട്രിക്കലായിട്ടല്ല കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരുമ്പോഴേ നമ്മുടെ ഭിത്തി കുറഞ്ഞു പോകും. ഈ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഭിത്തി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വരാന്തയുടെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ജനൽ ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്തത്. ജനലുകളുടെ സൈഡ് മാത്രമല്ല, താഴത്തെ ആ ഒരു ബോർഡർ പോയേക്കുന്ന ഏരിയ എല്ലാം നല്ല കർവ് ചെയ്തെടുത്തേക്ക്. കാര്യം എന്നറിയോ, നിങ്ങൾ പഴയ വീട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുമ്മായ ഫിനിഷില്. അപ്പൊ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം കർവ് ചെയ്തെടുത്തിരിക്കും. കോർണറുകളെല്ലാം കർവ് ചെയ്തെടുത്തിരിക്കും. പ്ലാസ്റ്റിക് തന്നെ നിൽക്കണോ അതോ പുട്ടി ചെയ്തിട്ടുണ്ട്? പുട്ടി ചെയ്തിട്ടുണ്ട്. ആന്റിക്ക് ഫീലുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നതിന്റെ ആ ഒരു ഷാഡോ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ നമ്മുടെ മെയിൻ വാതിലിന്റെ നേർദിശയാണ്. അപ്പോൾ അവിടെ നിന്ന് വാതിൽ ഒരാൾ വന്നാൽ നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് കാണാം. ഓക്കെ ഇതിനകത്തും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് എലിമെന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ ഡോറ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന രീതിയിൽ മറ്റേ മണിച്ചിത്രത്താഴൊക്കെ പോലെ തന്നെ മയിൽ അല്ലേ, ആ ഒരു അതും നമ്മൾ പഴയ മോഡൽ എടുത്തേക്കുന്നത്. പുതിയ മോഡലുകൾക്കൊക്കെ ഇവിടെ വർക്കുകൾ വരും. അപ്പം നമ്മൾ ലിവിങ്ങിനോട്ട് വന്നിരിക്കുകയാണ്. ലിവിങ് ഇത് ഒരു ഫോർമൽ കം ഫാമിലി ലിവിങ് എല്ലാം കൂടെ അല്ലേ, രണ്ട് പർപ്പസും ഉള്ള ഒരു ലിവിങ് തന്നെ. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പക്ക ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. പുറമേ ഉള്ള എല്ലാം നമ്മുടെ എന്തോ ഇഷ്ടപ്രകാരമൊക്കെ. അകത്ത് കയറുമ്പോൾ നമ്മൾ ഭാര്യ മകൻ അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും കുഴപ്പമില്ല. കയറുമ്പം ശ്രദ്ധിക്കുന്നത് ആദ്യം ഈ ആനയെ തന്നെ മേടിച്ചു വെച്ച സാധനം ആണെങ്കിൽ കൂടി, പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ആന മേക്കേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഇത്ര ജീവനുണ്ട് അല്ലേ. മാത്രമല്ല ഒരു ചെറിയ ചരിവോട് ആ മുഖം ഇച്ചിരി ചരിച്ച് ആ ഭിത്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താണ്, നമ്മളിപ്പോൾ വാളാർട്ട് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചപ്പോൾ ഈ ഒരു വീടിന്റെ പുറത്തെ ആ ഒരു ഇതിനനുസരിച്ച് ഉള്ള സംഭവമാണ്. ആ പുറത്തുനിന്ന് വരുമ്പോ ആ പഴമ ടച്ച് പെട്ടെന്ന് വിടത്തില്ല. ഇതൊക്കെ ഇരിക്കുന്നത് അങ്ങനെയുള്ള സാമ്പാടി രാജനാണ് അല്ലേ. താഴത്തുനിന്നുള്ള ആ ലുക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര ജീവൻ, ആനയുടെ പോലെ തന്നെ ഉണ്ടല്ലേ ഫിനിഷിങ്. വലിയ സ്പേസ് അല്ല, പക്ഷെ നമ്മുടെ അത്യാവശ്യം സ്പേസ് കൊടുത്തേക്കുന്നു. താഴെ വന്നിട്ട് ഇതും സിംബോളോടെ തന്നെയാണോ? അല്ലല്ല, ഇത് കജാരിയുടെ ഈ വൈറ്റ് ഭിത്തിക്ക് ചേരുന്ന ഒരു ഗ്രേ കളർ. ഇത് നമ്മുടെ ഒരു സിമെന്റ് തറയുടെ കൂട്ട് അങ്ങനെ തെരഞ്ഞെടുത്ത വീട്ടുകാർ ടൈല് വാങ്ങാൻ പോകും. ടൈല് വാങ്ങാൻ പോകുമ്പോൾ അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു ടൈല് വാങ്ങും. സോഫ വാങ്ങാൻ പോകുമ്പം അവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അഭംഗി ഉണ്ടാകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ ഇനിയിപ്പം വീട് വെക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീടിനെ പറ്റി ചിന്തിക്കുന്നതിന് കൂടുതൽ ടൈം എടുക്കണം. കൺസ്ട്രക്ഷൻ കുറച്ച് ടൈം എടുത്താൽ മതി. മാൻ പവറും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷെ അതിന് മുമ്പേ
പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കുന്നത്. എല്ലാവരും വീടിന് തുടക്കം ഇട്ടിട്ടാണ് പിന്നെ വീടിനെ പറ്റി ചിന്തിക്കുന്നത്. അത് തെറ്റ്. വീടിനെ പറ്റി ആദ്യം ചിന്തിച്ച് വീടിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിൽ പതിച്ചതിന് ഓൾറെഡി ആള് 3D ചെയ്തിട്ടില്ല, മനസ്സിൽ തന്നെ ആ മൊത്തം വീട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. നമ്മൾ റൂമിലിരിക്കുമ്പോൾ എന്തുമായിരിക്കും ആ റൂമിൻ്റെ വ്യൂ, പുറത്തോട്ട് എങ്ങനെ നോക്കാം, വാതിൽ എങ്ങനെ ആയിരിക്കണം. നമ്മൾ ഡബിൾ ഡോർ ഇവിടെ കൊടുക്കുമ്പോൾ ഇത് വന്ന് തുറക്കുമെന്നും ഇവിടെ നമുക്ക് സോഫ ഇടാൻ പറ്റത്തില്ലെന്നും ഒക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം പിന്നെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത്. പ്ലാനിങ്ങും കുറേ എല്ലാ കാര്യത്തിലും ആ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലിവിങ്ങിൽ നല്ല പാർട്ടീഷൻ ഉണ്ട്, പ്രൈവസി ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, അത് നമ്മൾ കയറുന്നത് തന്നെ ഒരു പാസേജ് പോലത്തെ ഒരു ഏരിയ ആണ്. ഇതൊരു ജംഗ്ഷൻ പോലെ. ഇവിടുന്ന് ഇടത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങും കിച്ചണും കാര്യങ്ങളൊക്കെ, വലത്തോട്ട് പോവുകയാണെങ്കിൽ ബെഡ്റൂമുകളാണ് അല്ലേ? ബെഡ്റൂം, അവിടെയും ബെഡ്റൂം ഉണ്ട്. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടുന്ന് ഇപ്പം അങ്ങോട്ടൊരു നോട്ടം നോക്കുവാണെങ്കിൽ തന്നെ ബെഡ്റൂമിൻ്റെ ഡോർ പോലും കാണത്തില്ല. ആ രീതിയിൽ ഹിഡനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഡൈനിങ്ങിനും അത്യാവശ്യം നല്ല പ്രൈവസി തന്നെ ഉണ്ട്. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലാണ് ഫ്രണ്ടിലത്തെ ആ ഒരു ജനൽ വരുന്നത് അല്ലേ? അപ്പോൾ നല്ല എയർ ഫ്ലോ ഉണ്ട്. ഇവിടും ജനലുകളുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ജനലുകളുടെ കാര്യമാണ് ഷൈൻ പറഞ്ഞത്. നല്ല പണ്ടത്തെ ജനലുകളുടെ പോലത്തെ ഒരു സംഭവം, അതേപോലത്തെ തന്നെ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രില്ലൊക്കെ. ഇതെല്ലാം ത്രൂ ഔട്ട് നമ്മൾ ഈ സിമെന്റ് ഇത് തന്നെയാണ് പോയത്. ഒരേ നിറത്തിലുള്ള ടൈലുകൾ എല്ലായിടത്തും ഫൗൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിന്റെ ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജിപ്സത്തിന്റെ ഈ ഇൻസൈഡ് ജിപ്സം അല്ല, അത് നമ്മുടെ വാർപ്പ് തന്നെ. നമ്മൾ ജിപ്സത്തിന്റെ ബൗണ്ടറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബോർഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ക്വയർ ഫീറ്റ് നമുക്ക് റേറ്റ് കുറഞ്ഞിരിക്കും. കാഴ്ചയിൽ ഇത് ജിപ്സം ചെയ്തായിട്ട് തോന്നുകയും ചെയ്യും. സെൻട്രൽ ഏരിയ സീലിംഗ് തന്നെ. ഒരു പക്ഷേ ഇതിപ്പോൾ ജിപ്സം വർക്കുകാർ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ തന്നെ ഒരു വാഷ് കൗണ്ടറും, അത് വന്നിട്ട് ഇത് നാനോ ആണോ? നാനോ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ. ബാക്കിൽ ഒരു ഫ്ലൂട്ടഡ് പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ ലൈറ്റ് കളർ, വെള്ളയാണ് അതിലും കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിച്ചൺ ഉൾപ്പെടെ എല്ലാം ഒരു വെളുത്ത കളറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിച്ചണും കാര്യങ്ങളൊക്കെ മീനും പിന്നെ പറയാം. നമുക്ക് ഈ ഒരു ഡൈനിങ് ആയാലും ചെറിയൊരു സ്പേസ് ആണ്. അതിന് പറ്റിയ രീതിയിലുള്ള ആവശ്യത്തിന് വലുപ്പമുള്ളൊരു ടേബിളും സീറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ആണ് കൊടുത്തത്. പുറത്തുനിന്നെല്ലാം വാങ്ങിച്ചതാണല്ലോ. ഫസ്റ്റ് ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പം ഇത് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. പക്ഷെ അതായാലും സൈഡിൽ വലിയ സ്റ്റോറേജ് സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ പരിപാടി. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ വുഡ് വെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസ്ഡ് വുഡ് വെച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സോളിഡ് വുഡിൻ്റെ ഇത് നമ്മൾ ഒരു ബേ വിൻഡോ മോഡൽ തന്നെ. പക്ഷേ ഇതിൻ്റെ ബോക്സ് ആണ് ഇത് താഴെ ഇരിക്കുന്നത്. ഇതങ്ങനെ ചെയ്തു വെച്ചിട്ട് പിന്നെ നമ്മളൊരു പലക സെപ്പറേറ്റ് കൊണ്ടിട്ടേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ബേ വിൻഡോയുടെ പർപ്പസ് ഇരിക്കാൻ ധൈര്യമായിട്ട് ഇരിക്കാം, സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വെച്ച് എന്ത് വേണമെങ്കിലും ടേബിളിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. അതും നല്ല ഐഡിയ ആണ്. ഇങ്ങനൊരു സംഭവം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പണിയുന്ന സമയത്ത് കോൺക്രീറ്റ് രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. റൂമിൽ തന്നെ ഇതിന്റെ വീതിയിൽ തന്നെ സാധനം വന്നേക്ക് ഒരു പീസ് കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ സൈഡിൽ ഒരുങ്ങുന്ന ഡ്രസ്സിങ് ഏരിയ ഒക്കെ തന്നെ ഇതിന്റെ സൈഡിൽ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തെല്ലാം ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ ബെഡിന്റെ ഒരു സൈഡ് വന്നിട്ട് വാൾപേപ്പർ കൊടുത്തേക്കുന്നു. അതിലൊരു PVC-യുടെ വെയിൻസ്കോട്ടിന്റെ ഒരു മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഓക്കെ, നമുക്കിനി ഇപ്പോൾ അടുത്ത റൂം കിട്ടും. ഈ ഒരു ഭാഗം ഇതിപ്പോൾ നമ്മുടെ മെയിൻ ഡോറിന്റെ നേരെ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 പാളി, ഇതൊരു 4 പാളി, അതും പണ്ടത്തെ ഒരു സ്റ്റൈലിൽ. നമ്മൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം, ഈ മഴയൊക്കെ ഉള്ള സമയത്ത് പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നൊരു, പുറത്തിരുന്ന് നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റി അകത്തൂടെ കയറിപ്പോണ്ട് ഇവിടെ ഒരു അതിനുള്ള ഒരു സംവിധാനം ഒരുക്കും. അവിടെ നിന്നുകൊണ്ട് സെർവ് ചെയ്യാം ഇങ്ങോട്ട് ഡയറക്റ്റ്. ഇതൊരു വർക്കരയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഗ്രില്ല് സംവിധാനം ചെയ്ത് വെച്ചേക്കും അല്ലേ? അതൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും. അത് നോക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഒരു സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെക്കും. ഇവിടുന്ന് ഡയറക്റ്റ് എടുത്ത് ആവശ്യം കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് അകത്ത് ലോക്കുണ്ട്. അത് GA തന്നെ ചെയ്തേക്കുന്നു. വേറെ പ്രത്യേകിച്ച് വലിയ മെക്കാനിസം ഒന്നും പരിപാടി ചെയ്തിട്ടില്ല. വളരെ സ്ട്രോങ്ങും സിമ്പിളും ആയിട്ട് ലോക്ക് സേഫ്റ്റിക്ക് വേണ്ടി ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും നല്ല വീടിന്റെ മൊത്തത്തെ എക്സ്റ്റീരിയർ ഭിത്തി ആ ലെങ്ത് വരെ ഇത്രയും പടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും വീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് ചുമ്മാ തറയിലിരിക്കാം. റെഡ് ഓക്സൈഡ് കൊടുത്തേക്കുന്ന ഒരു ഐശ്വര്യമുണ്ട്. അതിന്റെ ഒരു നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഭാഗത്തായാലും ഇവിടെ വേണമെങ്കിൽ ചെയറും ടേബിളും ഒക്കെ ഇട്ട് നമുക്ക് ചില
സന്ധ്യാസമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇതൊരു പഠിപ്പുര പോലെ പണിതപ്പുണ്ട്, അതിനൊരു അതേപോലത്തെ ഒരു ഓടാമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും. തീർച്ചയായിട്ടും കറക്റ്റ് ആ ഒരു കാസ്റ്റയറിൻ്റെ ടേബിളും ചെയറും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് കയറാം. ഇപ്പോൾ ഈ സൈഡ് വേണ്ട നമ്മൾ ആ ലിവിങ്ങിൻ്റെ ഒരു പടിഞ്ഞാറ ഭാഗത്ത് കണ്ട ആ ഒരു സ്റ്റോറേജ് ഷെൽഫാണ്. അതിനകത്തെല്ലാം ഇങ്ങനെ കുറേ ലൈറ്റും ഡെക്കോർ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പോകുന്നത് ഫസ്റ്റ് ഈ സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ആരുടെ ബെഡ്റൂമാണ്? ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഗസ്റ്റ് ബെഡ്റൂം ആവശ്യത്തിന് സൈസ് അല്ലേ? വാർഡ്രോബ് ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഇത് ഈ റൂമിൽ മാത്രം നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കാര്യമുള്ളല്ലോ, അസംബ്ലി മൊത്തം. അപ്പോൾ അതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും ആഞ്ഞിലിയാണോ ഈ തടിയൊക്കെ ആയാലും? അല്ല, ഇത് പ്ലാവ് പ്ലസ് ചീലാന്തി. അത് ആ ഒരു ഐവറി ഗോൾഡ് ഫിനിഷിലാണ് അല്ലേ? ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേളിലൊരു ഗോൾ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോയ്ലറ്റും അത്യാവശ്യം സൈസുള്ള രീതി. ഇതിൻ്റെയും ഒരു സൈഡ് വന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊരു കോവലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓയിൽ സ്പേസ് ഒരു പാസേജ് പോലൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് എല്ലാ റൂമിലോട്ടും. ഇത് കുറച്ചും കൂടെ സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് അല്ലേ? അതെ, നമ്മുടെ മാസ്റ്റർ ബെഡ്, നിങ്ങളുടെ ബെഡ്റൂമാണ് അത്. ഓക്കെ, അപ്പം ഇതിനും നമ്മൾ പാരൻസിൻ്റെ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാത്തിനും വാൾഡ്രോപ്പുകൾക്കെല്ലാം ഒരേ നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് തന്നെയാണ് വൈറ്റ് തന്നെ കൊടുത്തിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടും കൊടുത്തിട്ടുണ്ട്. മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്ത് വെക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഒരു ഭിത്തിയും അതേപോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലായിട്ട് വാൾപേപ്പറിന് ഗ്രീൻ കൊടുത്തു. ഓക്കെ, അതിന്റെ ഒരു മാച്ച് വരാൻ വേണ്ടിട്ടല്ലേ? ബെഡും നമ്മൾ കസ്റ്റം ചെയ്തതല്ല, മേടിച്ചാൽ വാങ്ങിയത്. ഇത് നമുക്കിനി ഷൈൻ്റെ വൈഫ് ലക്ഷ്മിയെ പരിചയപ്പെടാം. വളരെ ചെറിയൊരു കിച്ചൺ മതിയെന്ന്, അതുപോലെ തന്നെ നല്ല വൈറ്റ് ആയിട്ട് ക്യൂട്ടായിട്ട് അങ്ങനെ വെക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെ വെക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. പിന്നെ ക്ലീനിങ് എളുപ്പമാണല്ലോ, ചെറുതാവുമ്പോൾ അല്ലേ? അതാണ് പോയിന്റ്. ചെറുതാവുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി പോവാം. പിന്നെ ക്രോക്കറി ഒക്കെ ആണെങ്കിലും വളരെ ചെറിയൊരു സ്പേസിൽ അത് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ. എനിക്ക് ഈ ഫേവറിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അത് സെലക്ട് ചെയ്തത്. പിന്നെ ഈ പിയാനോ സിങ്ക്, അത് അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നാനോ വൈറ്റ്, ഇതെനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. എപ്പോഴും നല്ല പ്ലസന്റ് ആയിരിക്കുമല്ലോ, അപ്പം അന്ന് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഇതായിരിക്കും. അതുകൊണ്ട് അത് ഇഷ്ടമായിരുന്നു. പിന്നെ മറ്റേത് ഈ മേളിലുള്ള കബോർഡൊക്കെ ആണെങ്കിലും നല്ല സ്റ്റോറേജ് കൊടുത്ത് ബാക്കിയെല്ലാം സ്റ്റോറേജ് കൊടുത്ത് അപ്പുറത്തെ സ്റ്റോർ പോലെ ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ അവിടെ കണ്ട മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയല്ലേ? അതെ, അത് തന്നെ. ഈ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് പോയിട്ടുള്ള ഈ ടൈല് ചെയ്തിട്ടുള്ളതാണെങ്കിലും താല്പര്യം അങ്ങനെ ഈ വൈറ്റിന് ചേരുന്ന ഒരു രീതിയിലുള്ളതായിരിക്കണം. കളേഴ്സ് ഒന്നും ആവുന്നതിനോട് താല്പര്യമില്ല. അപ്പൊ ഇവിടെ ആണെങ്കിലും ഷൈൻ ഇപ്പൊ പറഞ്ഞല്ലോ, അത് ഓരോ ടൈലും ഈ ഒരു ഇവിടെ എപ്പോക്സി ചെയ്യാതെയാണ് ചെയ്യുന്നത്. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പുറത്തൊരു വർക്കിംഗ് കിച്ചൺ ആണല്ലോ അല്ലേ? അതെ അതെ. വർക്കിംഗ് കിച്ചണിന്റെ ഇവിടുത്തെ ഈ ഒരു GA-യിൽ ചെയ്തിട്ടുള്ള ഒരു കിളിവാതിലിനെ പറ്റി പറഞ്ഞിരുന്നു. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭാര്യ ഇവിടെ നിന്ന് ഭർത്താവിന് അങ്ങോട്ടേക്ക് ഫുഡ് കൊടുക്കാൻ അവിടെ ഇരുന്ന് കഴിക്കും എന്നുള്ളത്. ഇവിടെയാണ് അതിന് ലോക്കൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ കിച്ചൺ. ഇതും ആ ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതെ അതെ, മെയിൻ വർക്ക് നമ്മുടെ മറ്റേത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം. ഇതിവിടാണ് കൂടുതലും എല്ലാ പാചകങ്ങളെല്ലാം ഇവിടെ തന്നെ നടക്കുന്നത്. സ്റ്റെയർ കേസ് വന്നിട്ട് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് നമ്മുടെ തടി പ്ലാങ്ക് പോലെ ഇട്ടേക്കാണ്. നമ്മൾ തെന്നായിരിക്കാൻ ഗ്രൂ നല്ല കട്ടിക്ക് തന്നെ ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് വുഡാണിത്? ഇത് മഹാഗണി. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡ് റെയിൽ. അപ്പോൾ ഇതിന്റെ ത്രൂ ഔട്ട് സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് പോയിട്ടുണ്ട് അല്ലേ? പ്രൊഫൈൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് പ്രൊഫൈൽ നമ്മൾ പല ലെവലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി വരുന്നത് ഒരു പാസേജും, പാസേജിന്റെ ഒരു എൻഡ് ബെഡ്റൂമും, ഒരു സൈഡ് ഇത് റൂമാണോ? റൂമാണ്. അപ്പം ഈ ഭാഗത്ത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇതൊരു ഹൈലൈറ്റ് ഏരിയ ആണ്. അപ്പം റൂമിലോട്ട് പോകുമ്പോൾ ഓക്കെ, ഇതും ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസിൽ തന്നെയാണ് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസാണ്. ഇവിടെ കുട്ടികളാണ് നടക്കുന്നത്. അതന്നെ മകന്റെ റൂം. ഓക്കെ, സിമിലർ ലേഔട്ട്, സിമിലർ രീതിയിലുള്ള സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സെയിം മെറ്റീരിയൽ തന്നെ. കൂടുതൽ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെട്ടം അകത്ത് കൂടുതൽ. അതായത് ഒറ്റ സ്ട്രെച്ചിന് തന്നെ 4-5 പാനലിന്റെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തിൽ
ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം വളരെ ഇതായിട്ട് ഒറ്റ രീതിയിൽ തന്നെ കാണാതെ അതെ ഇവിടെ ആ ബൗണ്ടറി വാളും മെയിൻ എൻട്രൻസിന്റെ ഭാഗം ആ കുതിരമാളികയുടെ ആ ഒരു ഭാഗം അതെല്ലാം കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, സെയിം ഫ്ലോർ ടൈലിൽ തന്നെ വന്നേക്കുന്നു. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഇവിടും. ഈ റൂം വന്നിട്ട് ഇത് ആക്ച്വലി ഇതും ബെഡ്റൂം ആണോ അതോ? അല്ല, ബെഡ്റൂമായിട്ട് അല്ല, നമുക്ക് വെച്ചല്ലാത്ത യൂട്ടിലിറ്റി ഓക്കെ, ഒരു റൂം ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് റൂമായിട്ട് തന്നെയാണ്. ആ സൈസ് ഉണ്ട്, ഒരുക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, ബെഡൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ ഈ ഒരു സ്പേസ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സ്പേസ് ആണ്. നല്ല നീളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതെന്താ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് പാനലിംഗ് തടിയുടെ പാനലിംഗ് ചെയ്തേക്കാണ്. ഗംഭീര സ്പേസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുറ്റത്തും കുടുംബ വീട്ടിലും റോഡിലും പോകുന്ന ഫുൾ ഡീറ്റെയിൽസ് അല്ലേ, എല്ലായിടത്തോട്ടും ഉള്ള വ്യൂ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ചെരുവായാലും താഴത്തെ കാര്യം പറഞ്ഞ പോലെ അതൊക്കെ നോക്കി തന്നെ ആയിരിക്കും. ഒരു ചരിവുണ്ട്, ചരിവിനൊരു എന്നാലേ എൻ്റെ ആ ഭംഗി വരത്തുള്ളൂ. പഴയ കൊട്ടാരങ്ങളിലൊക്കെ കാണും ഒരു വളഞ്ഞിട്ടുള്ള രീതിയാണ്. അപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് വെച്ച് കണ്ടുമടുത്ത് അതുണ്ടായത്. പിന്നെ ഇത് പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് അതിനകത്ത് ഡിസൈനുകൾ പിന്നെ GA-യിലാണ് ഇതിന്റെ മെയിൻ സ്ട്രക്ചർ പോയേക്കുന്നത്. വലിയ ട്യൂബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ തടിയുടെ ഇത് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ അത് വന്ന് ഇങ്ങനെ മെർജ് ചെയ്യുന്നിടത്ത് തടിയുടെ ഇത് പോയിട്ടുണ്ട്, പോയിട്ടുണ്ട് തടിയുടെ ഇത് തന്നെ. പിന്നെ ഈ ഒരു ഏരിയയുടെ മെയിൻ ഭംഗി വരുന്ന ഒരു സംഭവം വെള്ള കളറിലെ ഭിത്തിയും തടിയും അതുപോലെ തന്നെ താഴ്വശം ഫ്ലോർ ചെയ്തേക്കുന്നത് നല്ല റെഡ് ഓക്സൈഡ്. ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ടൈൽ ഒഴിവാക്കി റെഡ് ഓക്സൈഡ് കൊടുത്തു. എനിക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു പൂർണ്ണത വരും. ഓക്കെ, അപ്പോൾ ഈ സൈഡ് TV ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ റെഡ് ഓക്സൈഡും താഴേന്ന് ഇങ്ങനെ ബെവൽ ചെയ്ത് ഇങ്ങനെ വളച്ച് അങ്ങനെ മനഃപൂർവ്വം ചെയ്യിച്ചതാണ്, മുകളിലോട്ട് വെച്ചേക്കാണ്. അതിന്റെ ആ ഒരു ഭംഗിയാണ് അതിന്റെ ഒരു ഇത്. പണ്ടത്തെ പോലെ റെഡ് ഓക്സൈഡിന്റെ പോളിഷിംഗ് പരിപാടിയൊന്നുമില്ല, നമ്മളെ പെയിന്റ് പോലെ തന്നെ റെഡ് ഓക്സൈഡ് അടിച്ചിട്ട് അതിന്റെ പുറത്തൊരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. എന്നാലേ ഈ ഒരു തിളക്കം വരുള്ളൂ അല്ലേ? തടിയുടെ വർക്കൊക്കെ ചെയ്തതെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തെ എൻ്റെ ഇഷ്ടപ്രകാരം പുള്ളി ഇതേപോലെ ചെയ്തു തന്നതാണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് കോൺട്രാക്ട് ബേസ് ആയിരുന്നോ? അല്ല, പൂർണ്ണമായിട്ടും കോൺട്രാക്ട് ബേസ് അല്ലായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. ഫൗണ്ടേഷന് കോൺട്രാക്ട് കൊടുത്തു, പിന്നെ അതിന് ശേഷം കെട്ട്, വാർപ്പ്, തേപ്പ്, അങ്ങനെ ഒരു കോൺട്രാക്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ മനസ്സിലുള്ള ഇത് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് പിന്നെ ഈ അല്ലാതെ മാൻ പവർ സപ്ലൈ പോലെ ചെയ്തെടുത്തത്. ഇതിനൊക്കെ എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കോൺട്രാക്ട് തന്നെ ആദ്യം. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ടായാൽ പോലും നമ്മുടെ ഈ മാൻ പവർ സഹായങ്ങൾ, മെറ്റീരിയൽ, അതിനൊക്കെ പുള്ളി നമ്മുടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഇവിടെ എൻ്റെ സ്വദേശി തന്നെയാണ്, അടുത്ത ആളാണ്. ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തെടുക്കാൻ സാധിച്ചു. പിന്നെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തെ നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് മനസ്സിലിട്ട് താലോലിച്ച് ഈ രൂപത്തിലെത്തിച്ചത്. ചേട്ടൻ ഇങ്ങനെ ഓരോ ഇത് പറയുമ്പോൾ ടെൻഷനാണ്, കാരണം അത് കറക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അത് ചിലപ്പം കറക്റ്റ് ആവത്തില്ല, ചിലപ്പോൾ ഇച്ചിരി കൂടിപ്പോവും, കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നമ്മുടെ വരുന്ന ആൾക്കാരോട്, പണിക്കാരോട് നമ്മളിങ്ങനെ പറയില്ലേ. അപ്പം ഷൈൻ ചേട്ടൻ ഞാൻ പറയാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ് ജനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അത് ഗസ്റ്റ് ബെഡ്റൂമിലെ ജനലിൻ്റെ വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ ഡ്രസ്സിങ് ടേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വന്നപ്പോൾ കൊണ്ട് നമ്മൾ പറഞ്ഞ സൈഡിലെ ജനലല്ല, അപ്പുറത്തെ സൈഡിലേതാണ് ഇവർ ഇളക്കി വെച്ചേക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായി. ഇത് ആ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അല്ല ഇപ്പുറത്തോട്ട് കയറ്റണം. പക്ഷെ ഷൈൻചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടുമെന്നറിയാം, അതുകൊണ്ട് ഞാനും പണിക്കാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഈ വീടിൻ്റെ ഇങ്ങനെ നമ്മുടെ പണിക്കാർ പറയും, പിന്നെ ഇത് ഹോസ്പിറ്റൽ പോലെ ഇരിക്കുന്നു, ഇത് സ്കൂൾ കെട്ടിടം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഷൈൻചേട്ടനോട് ഞാനൊരു ഔട്ട്ലൈൻ എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അത്ര വരയ്ക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെ രൂപരേഖ എങ്ങനെ ആയിരിക്കും ഇവർക്ക് പോലും ധാരണയില്ല. ആ രൂപ എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, ഇവരിങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമ്മുടെ വീട് എങ്ങനെ ആവും എന്നുള്ളതിനെ പറ്റി. അങ്ങനെ ഷൈൻചേട്ടനോട് ഒരു ദിവസം രാത്രി ഭയങ്കര വിഷമത്തോട് വിളിച്ചു, നമ്മൾ ആഗ്രഹിച്ചൊക്കെ ഒരു വീട് പണിയുന്നത്, ഇത് എന്തായി തീരും, അതെ അതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഇന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്നതൊക്കെ പറഞ്ഞു. ലാസ്റ്റ് വരയ്ക്കാൻ അറിയാത്ത ഇവിടെയിരുന്ന് വരയ്ക്കാൻ തുടങ്ങി. ഞാൻ വരച്ചു, ഈ വീട് ഫുള്ള് ഞാൻ വരച്ചു. ലാസ്റ്റ് കാര്യം അവർക്ക് അറിയണമല്ലോ ഇത് എങ്ങനെ ആയി തീരും. അതെ, എനിക്കറിയണമല്ലോ ഇത് എങ്ങനെ ആയിരിക്കും. നമ്മുടെ വീട് ഇപ്പം ഷൈൻ ചേട്ടൻ്റെ ഇഷ്ടം തന്നെയാണ് എനിക്കും, ഈ ട്രഡീഷണൽ വീടുകളോടാണ് എനിക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ ഇത് എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇത് രണ്ട് സ്പേസ് ഇങ്ങനെ നിൽക്കുക.
ഇതിന്റെ ഇതിന്റെ റൂഫൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഒരു എച്ച് ഷേപ്പിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത്. ഒന്നാമത് ബിൽഡിങ്ങിന് ഷെയ്ഡ് ഇല്ല. ഈ ഡിസൈൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഷെയ്ഡ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ സ്കൂൾ കെട്ടിടം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ കാണുന്നവരൊക്കെ വന്നിട്ട് ഇത് എന്ത് ഇപ്പണി കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള സേവനങ്ങളില്ല. പിന്നെ മാത്രമല്ല എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ ആരെ ഏൽപ്പിക്കാതെ അവൻ തന്നെ അതെ അതെ അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ. പിന്നെ എന്നെ അടുത്തറിയാവുന്നവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് നമുക്ക് നല്ല ടെൻഷൻ. എനിക്ക് സത്യം നല്ല ടെൻഷനായിരുന്നു ഇത് എങ്ങനെ ലാസ്റ്റ് ഇതിന്റെ ഒരു ലുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതിനെ പറ്റി. വീടിന്റെ ഓരോ സംഭവങ്ങളും വരച്ച് പേപ്പറിൽ വരച്ചിട്ട് നമ്മുടെ ഒരു മനസ്സിലുണ്ട് ഇന്നതിനായിരിക്കണമെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് പണിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയും കണ്ട് ഇവിടെ ഒരു ഹോൾ, ഇപ്പോൾ ഇതിൻ്റെ ഉദാഹരണത്തിന് ഈ ജനലിൻ്റെ ഉണ്ട് ഒരു വിൻഡോ പോലെ, ഇതിൻ്റെ ഒരു ഹോൾ ഇട്ടേക്കാൻ പറഞ്ഞു. എൻ്റെ മനസ്സിലുണ്ട് ഇത് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടേക്കുന്നത്, ഇത് എന്ത് സേഫ്റ്റി ആയിട്ട് എന്നൊക്കെ ചോദിച്ചു. ഷൈനേട്ടാ ഈ ഇങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇത് എന്തുമായിരിക്കും. പക്ഷേ ഈ പെരവാസ്തുവിലേക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇത് ഫിറ്റ് ചെയ്തത്. അതുവരെ ആർക്കും അറിയത്തില്ല ഇവിടെ എന്ത് സംഭവം. അറിയില്ല. ഞാനത് കൊണ്ടുവന്ന് പണിത് കൊണ്ടുവന്ന് സ്ക്രൂ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആഹാ ഇതായിരുന്നു ഇവിടെ. എല്ലാവരും അത് സജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഗ്ലാസ് ഇങ്ങനെ ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു ജനൽ കൊടുക്കാന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയാം എല്ലാം ഒന്നും കുഴപ്പമില്ല, നമ്മുടെ മനസ്സ് കാര്യം എല്ലാവരോടും നമുക്കെല്ലാം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മതി, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ എന്തുവാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വൈറ്റ് കൊടുത്ത് വാഷ് കൗണ്ടറിനും വൈറ്റാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ കിച്ചണ് വൈറ്റാണ് കൊടുത്തത്. എല്ലാം നമ്മളങ്ങനെ ഒരു ശാന്തത വേണം, ഒരു വൈറ്റ് കളർ എപ്പോഴും നമുക്കൊരു അല്ല. വീട് വെക്കുന്നതിൽ ഒരു 75% പേരും ഈ വരുന്നവർ വീട്ടുകാരനെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അവൻ്റെ ഇഷ്ടങ്ങളായിരിക്കത്തില്ല. അവർ പറയും കൺവിൻസ് ഇതാണ് നല്ല, ഇതാണ് ഇപ്പം മോഡൽ എന്നൊക്കെ പറയും. എനിക്കൊരു ഇഷ്ടമുണ്ട് അത് എല്ലാം. നിങ്ങൾ 5 പേര് വന്നിട്ട് 5 ഇഷ്ടം പറഞ്ഞിട്ട് പോകുമ്പോഴേ അത് ഒന്നുമല്ലാത്ത ഒരു ശൈലി പോലെ ഇരിക്കും. അതിൽ നല്ലത് ഞാൻ മനസ്സിൽ വന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ അവരെല്ലാവർക്കും ഇഷ്ടമായി. ഈ പാർട്ടീഷൻ നമ്മൾ പിന്നീട് ചെയ്ത് ഒരു നമ്മൾ സോഫ വാങ്ങിച്ചിട്ടെ അതിൻ്റെ അളവിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കാര്യം ഇതെല്ലാം നമ്മൾ മുൻപേ വരച്ച് തയ്യാറാക്കിയതല്ലല്ലോ. അന്നേരത്തെ ഓരോ കിട്ടുന്ന സോഫയുടെ അളവ് എത്ര ആയിരിക്കും അതനുസരിച്ച് ഇത് പാർട്ടീഷൻ ചെയ്യുക അങ്ങനെയൊക്കെ. കാര്യം ഇത് നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തെ നമ്മൾ ചെയ്തെടുക്കുക. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സക്സസ് ആവുമോ, ഇത് എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ ചിന്തകളാണ്. ജനൽ എങ്ങനെ ആയിരിക്കണം, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എത്ര ആയിരിക്കണം, ജനൽ അങ്ങനെ വെച്ച തടസ്സങ്ങൾ എന്താണ്. ഞാൻ ഓരോ നിമിഷം അവളെ ഫോൺ ചെയ്ത് ചോദിക്കും, നീ പോയിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ ജനലിൻ്റെ ഒരു അളവെടുത്തേ, അല്ലെങ്കിൽ സോഫ ഇട്ടേക്കുന്ന കഴിഞ്ഞ് എത്ര സ്പേസ് നടക്കാൻ നമുക്കുണ്ട്, നമ്മുടെ ടീപ്പോ കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആളുമായിട്ട് എത്ര ഡിസ്റ്റൻസ് വരും, അതെല്ലാം ഓരോന്ന് മെഷർ ചെയ്തിട്ട് പേപ്പർ നോട്ട് ചെയ്ത് വരയ്ക്കും. അങ്ങനെ ആക്കിയെടുത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില രാത്രികളൊന്നും ഉറക്കമില്ലായിരുന്നു. കാര്യം ഇത്രയും വലിയൊരു സംഭവം നമ്മൾ മറ്റാരെയും ഏൽപ്പിക്കാതെ അതിൻ്റെ പൈസ മുടക്കുന്നത് നമ്മൾ, ചെയ്യിക്കുന്നത് നമ്മളെല്ലാം നമ്മൾ, എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നമുക്ക് മാത്രം. അപ്പോൾ അതിന് എവളെയും ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരുപാട്. കാര്യം ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫെമിലിയർ അല്ലാത്ത ഒരാളോട് ഞാൻ പോയിട്ട് അത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് എത്ര സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇതിങ്ങനെ ആയിത്തീർന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും വിജയിച്ചല്ലോ എന്നുള്ള ഒരു ഈശ്വരാനുഗ്രഹം. നിലാവൊഴുകുമീ നിളാതീരത്തിത്തിരി നേരമിരിക്കാം, ചാരേ ചന്ദ്രികമിട്ടും തമ്പുരു പാട്ടും മൂളിയിരിക്കാം, അങ്ങകലത്താ ദൂരത്തായൊരു താരകം നിന്നു ചിരിപ്പൂ, നിന്നുടെ നാണം കണ്ടിട്ടാകാം ചന്ദ്രൻ മേഘക്കുടയിലൊളിപ്പൂ. കരിമഷിക്കണ്ണേ കുറുമ്പു പെണ്ണേ, എൻ്റെ കളിവാക്കിലൊക്കെ കരഞ്ഞ പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. ഓർമ്മയില്ല സത്യത്തിൽ. 3 വർഷമായിട്ട് ഇതുമായിട്ടുള്ള ഒരു എല്ലാം നിർത്തി വെച്ചിരിക്കും വീടിന് വേണ്ടി മാത്രം.